കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൻ്റെ ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം നമ്മുടെ സംവിധാനങ്ങളും അധികൃതരുടെയും അനാസ്ഥയും അലസതയുമാണ് കാരണമെന്ന വിമർശനം ശക്തമാകുന്നു. രാവിലെ 10:30 കെട്ടിടം തകർന്നു വീണെങ്കിലും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ 1 മണിയോടെയാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ദുരന്തത്തിന് കാരണമാണ്. 2.5 മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരു ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെടില്ലായിരുന്നു. നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണെന്നതിനാൽ പരിക്കുകളോടെ കണ്ടെത്തിയ 3 പേരൊഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ആദ്യം ഉയർന്ന ഊഹാപോഹങ്ങൾ. എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത്. തുടർന്ന് 12:30 അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത്. 1 മണിയോടെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത്. പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല. ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കുമായിരുന്ന വിലപ്പെട്ട 2 മണിക്കൂറാണ് ജാഗ്രതാക്കുറവ് മൂലം നഷ്ടമായത്. അപകടം നടന്ന അരമണിക്കൂറിനകം മന്ത്രി VN വാസവനും വീണ ജോർജും അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടും രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥയുണ്ടായി. ഉപയോഗിക്കുന്ന കെട്ടിടമല്ലെന്നും കൂടുതൽ ആർക്കും അപകടത്തിൽ അപായം സംഭവിച്ചിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ ചെയ്തത്. അത് രക്ഷാദൗത്യം പോലും വൈകിച്ചു. പഴയ കെട്ടിടമായതിനാലും വാർഡുകൾ അവിടെ പ്രവർത്തിക്കുന്നില്ലെന്ന വാദവും ആരും അവിടെ എത്താനിടയില്ലെന്ന നിഗമനത്തിലേക്കെത്തി. അപകടം നടന്ന സ്ഥലത്ത് വെച്ചും ആരോഗ്യമേഖലയിൽ പ്രകടമായ വികസനത്തെക്കുറിച്ച് വാചാലരാകാനാണ് മന്ത്രിമാർ ശ്രമിച്ചതെന്നും ആരോപണം ഉയരുന്നു. ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അടച്ചിട്ട കെട്ടിടത്തിൻ്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ഇത് ആരും ഉപയോഗിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ഈ ഭാഗത്തെ മുറികൾ പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറും പ്രതികരിച്ചിരുന്നു.